വലിയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. അതായത് റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു. നേരത്തെ സോഴ്സ് കോഡൊക്കെ തരാതെ ഫ്രാൻസ് ചില തട്ടിപ്പൊക്കെ നടത്തുന്നു എന്നുള്ള ഇന്ത്യയുടെ പരാതി ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അതൊക്കെ തന്നോ? ഈ സോഴ്സ് കോഡ് അതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഈ വിമാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതായത് അതിൻ്റെ ബോഡി, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ഒരു കരാറാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പ്രധാനമായും ടാറ്റ, നമ്മുടെ അഭിമാനമായ ടാറ്റയാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഹൈദരാബാദിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്ലാന്റ് വരിക 2028 കൂടി. അതായത് വിമാനത്തിൻ്റെ ഈ ബോഡിയെ നമ്മൾ ഫ്യൂസേജ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഫ്യൂസേജ് പ്ലാന്റ് 2028 കൂടി യാഥാർത്ഥ്യമാകും എന്നാണ് കണക്കാക്കുന്നത്. വർഷത്തിൽ 2 വിമാനങ്ങൾ അതിൻ്റെ ഘടനാപരമായ എല്ലാം പൂർത്തിയാക്കി 2 ഫ്യൂസേജ്, പൂർണ്ണമായ സജ്ജമായ 2 ഫ്യൂസേജ് വർഷത്തിൽ തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു കണക്കുകൂട്ടൽ. ഇതിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL അവരാണ് ഈ ദസോ ഏവിയേഷൻസ്, അതായത് റഫേൽ വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻസുമായിട്ട് നിലവിൽ കരാറിലായിട്ടുള്ളത്. ഇതിനെ ഒരു നിർണായക ചുവടുവെപ്പായിട്ടാണ് ദസോ ഏവിയേഷൻസ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടം, പ്രതിരോധ രംഗത്ത് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടത്തിനും വിശ്വാസ്യതയ്ക്കും നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കരാർ. നമുക്കറിയാവുന്നതുപോലെ റഫേൽ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഏറെ വലിയ ഡിമാൻഡുള്ള ഒരു യുദ്ധവിമാനമാണ്. വലിയ മാർക്കറ്റും അതിനുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ ആ ഒരു വിമാനം മറ്റ് യുദ്ധോപകരണങ്ങളൊന്നും ഇല്ലാതെ വിമാനം മാത്രമായിട്ട് 670 കോടി രൂപ വില വരും. അപ്പം അത്രയ്ക്ക് വളരെ മൂല്യമുള്ള ഒരു സാധനത്തിൻ്റെ നിർമ്മാണ പങ്കാളിയാകുകയാണ് ഇന്ത്യ. നിലവിൽ ഈജിപ്ത്, ഇക്വഡോർ, ഗ്രീസ്, ക്രൊയേഷ്യ ഇത്രയും രാജ്യങ്ങളാണ് ഫ്രാൻസിനെ കൂടാതെ, ഇന്ത്യയെ കൂടാതെ ഈ വിമാനം നിലവിൽ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇന്തോനേഷ്യ, സെർബിയ, UAE, ബംഗ്ലാദേശ്, ബ്രസീൽ എന്നീ രാജ്യങ്ങളും ഈ പറയുന്ന റഫേൽ വിമാനം വാങ്ങാനായിട്ട് താല്പര്യപ്പെട്ടു വന്നിട്ടുണ്ട്. റഫേൽ സ്വന്തം നിലയിൽ തന്നെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും അവരുടെ മാർക്കറ്റ് വിപുലീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ വൻ തോതിലുള്ളൊരു ഡിമാൻഡ് ഈ യുദ്ധവിമാനത്തിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു നിർണായക പങ്ക്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായാണ് ഫ്രാൻസിനു പുറത്ത് ഈ ഒരു വിമാനത്തിൻ്റെ നിർമ്മാണം ജോലികൾ നടക്കുന്നത്. 1983 ഇതിൻ്റെ ആദ്യ ശ്രമങ്ങൾ ഫ്രാൻസിൽ തുടങ്ങിയത്. 2001 ഇതിൻ്റെ നേവിയുമായിട്ടുള്ള ഇൻഡക്ഷൻ അവിടെ നടന്നത്. അവിടെ ഫ്രാൻസിൻ്റെ സൈന്യവുമായിട്ടുള്ള ഇൻഡക്ഷൻ നടന്നത് 2001. ആ ചരിത്രം മുതൽ ഇന്നേ കാലയളവിൽ ഇതുവരെ മറ്റൊരു രാജ്യത്ത് ഫ്രാൻസിന് പുറത്ത് എവിടെയും ഇതിൻ്റെ യാതൊരു ജോലികളും നടന്നിട്ടില്ല. ആ ഒരു ഉദ്യമമാണ് ഇന്ത്യക്ക് വന്ന് ചേർന്നേക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ നിലവിൽ എയർഫോഴ്സിന് വേണ്ടി 36 റഫേൽ വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ നേവിക്ക് വേണ്ടി 26 റഫേൽ വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള ധാരണയായിട്ടുണ്ട്. ഏതാണ്ട് 63,000 കോടി രൂപയുടെ വലിയൊരു കരാറാണ് ഇത്. 2030 കൂടിയാണ് ഈ നേവിക്ക് വേണ്ടിയിട്ടുള്ള INS വിക്രാന്തിൽ ഉപയോഗിക്കാൻ പര്യാപ്തമായ റഫേൽ വിമാനങ്ങൾ ഇന്ത്യക്ക് കിട്ടേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, 2028 കൂടി ഈ പറയുന്ന തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഈ പറയുന്ന ഫ്യൂസേജ് പ്ലാന്റ് സജ്ജമാകും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട റഫേൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പിക്കാം. ഇനി എന്തുകൊണ്ട് റഫേലിന് ഇത്ര ഡിമാൻഡ് എന്നുള്ളതാണ് നോക്കേണ്ടത്. കാര്യം F-16 അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളുമായിട്ടാണ് റഫേലിനെ താരതമ്യം. ആ ശ്രേണിയിൽപ്പെടുന്ന ഒരു വിമാനമാണ് റഫേൽ. പക്ഷേ അതിനെ F-16 അപേക്ഷിച്ച് കുറച്ചുകൂടി മികച്ച ഇലക്ട്രോണിക് മെക്കാനിസം ഈ പറയുന്ന റഫേലിനുണ്ട്. അതുകൂടാതെ റഡാറുകളെ വെട്ടിച്ച് കടക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഈ റഫേലിനുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വെയ്റ്റും ത്രസ്റ്റും തമ്മിലുള്ള അനുപാതം, അതായത് ഒരു വിമാനത്തിന് ഭാരമുണ്ടാകും, അതുകൂടാതെ അത് വഹിക്കുന്ന ആയുധങ്ങളുടെയും ഭാരമുണ്ടാകും. അതും ഇത് യുദ്ധവിമാനമാകുമ്പോൾ കുറേ കൂടി വേഗതയിൽ സഞ്ചരിച്ച് വെട്ടിത്തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ വഹിക്കുന്ന ഭാരം ഒരു നിർണായക ഘടകമാണ്. ആ ഭാരവും ഇതിൻ്റെ വേഗതയും തമ്മിലുള്ള അനുപാതം അത് അനുകൂലമായെങ്കിൽ മാത്രമേ ഒരു യുദ്ധവിമാനത്തിന് മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ സാധിക്കൂ. റഫേലിനെ സംബന്ധിച്ച് അത് ഏറ്റവും മികച്ച റെക്കോർഡാണ് ഇക്കാര്യത്തിലുള്ളത്. ഇതുകൂടാതെ ഇതിന് 1850 കിലോമീറ്റർ ദൂരം ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ശത്രു രാജ്യത്തിൻ്റെ അങ്ങേ ഉള്ളിൽ ചെന്ന്
ഒരു ദൗത്യം നിർവഹിക്കാൻ റഫേലിനെ കൊണ്ട് സാധിക്കും. എന്നാൽ F-16 വിമാനത്തിന് ഏതാണ്ട് 1400 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഒറ്റത്തവണ. അതായത് മിഡ് എയർ റീഫ്യൂലിംഗ്, അതായത് യാത്രക്കിടയിൽ ഇന്ധനം വീണ്ടും നിറയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ റഫേലിനെ സംബന്ധിച്ച് അതില്ല. അതുകൊണ്ട് ഇത്തരം ചില സാങ്കേതികപരമായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് റഫേലിനെ എല്ലാവരും ഉറ്റുനോക്കുന്നതും വേണമെന്ന് ആവശ്യപ്പെടുന്നതും. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് പോലും റഫേലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും താല്പര്യപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൻ്റെ നിർമ്മാണ പങ്കാളിയാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു നമ്മുടെ ഈ മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ളൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും. വൻതോതിലുള്ള നിക്ഷേപ സാധ്യതയുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനും കൂടിയുള്ള ഒരു സംരംഭമായിട്ട് ഇത് മാറും. അതായത് ഇന്ത്യയുടെ സൈനിക കരുത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് തദ്ദേശീയമായി തന്നെ റഫേൽ വികസിപ്പിക്കാൻ കഴിയും എന്നൊരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ അതിലൊരു തിരുത്തുണ്ട്. തദ്ദേശീയമായിട്ട് നമ്മൾ പൂർണ്ണമായി ഒരു റഫേൽ വിമാനം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ബോഡി അസംബ്ലിംഗ് മെത്തേഡ്, അതിൻ്റെ സാങ്കേതിക വിദ്യ, മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഫ്രാൻസിൻ്റെ കയ്യിലാണ്. ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ ഒരു നാളിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്കും കടന്നുകൂടായികയില്ല. എന്തായാലും ഇന്ത്യക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ തേജസ്സിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങൾക്ക് ഒരു പരിധിവരെ ഊർജ്ജം പകരാൻ, കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പഠിക്കാനും അതിലേക്ക് കടക്കാനും ഒക്കെ ഇന്ത്യക്ക് ഇത് പ്രചോദിതമാകും. Su-57 ഒക്കെ വരുന്നുണ്ടല്ലോ, സുഖോയിയുടെ വിമാനം. അപ്പോൾ അതൊക്കെ എത്തും. അതിൽ പിന്നെ ഈ പറയുന്ന തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ടെക്നോളജി ട്രാൻസ്ഫറും കൂടെ അതിനകത്തുണ്ട്. ഇതിൽ റഫേൽ നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ യന്ത്രോപകരണങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം കൂടിയുണ്ട്. കാര്യം നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു, ഈ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ റഫേലിനെ ഘടിപ്പിക്കാൻ അതിന് സാധിക്കും, ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ഇവിടെ തന്നെ ഇതിൻ്റെ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂസേജ് ഇവിടെ നിർമ്മിക്കുന്നതോടുകൂടി നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ കൂടി റഫേലിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു ആലോചന നടക്കുന്നു. അതെ, നമ്മുടെ ഈ മറ്റ് മിസൈലുകൾ, അത് പൃഥ്വി, അതുപോലെ തന്നെ പിനാക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ്. പക്ഷേ അതുപോലെ മറ്റ് മിസൈൽ സംവിധാനങ്ങളുണ്ടല്ലോ, മിസൈൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ റഫേലിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ നടന്ന ആക്രമണത്തിനകത്ത് നമ്മുടെ സുഖോയിൽ തന്നെയാണ് ബ്രഹ്മോസ് ഘടിപ്പിച്ചത് എന്നാണ്. അതായത് അനിൽ ചൗഹാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത് റഫേലിനെ ഫ്രണ്ടിൽ നിന്ന്, അതായത് മുന്നണിയിൽ നിന്ന് മാറ്റി, ഈ വാർ ഫ്രണ്ടിൽ നിന്ന് മാറ്റി സുഖോയിയെ വിന്യസിച്ചു എന്നുള്ളതാണ്. അതിലൊരു സ്ട്രാറ്റജിക് തിരുത്ത് നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് സംയുക്ത സൈനിക മേധാവി പറഞ്ഞതിനെ പറ്റി അന്നൊരു വലിയ വിമർശനവും കൂടെ അദ്ദേഹം ഈ ഫ്രാൻസിനെ ഉന്നം വെച്ച് നടത്തിയിരുന്നത്. അതായത് ഈ പറയുന്ന റഫേൽ നമുക്ക് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളൊരു സൂചനയാണ്. കാരണം ആദ്യത്തെ ദിവസം, അതായത് മെയ് 7-ാം തീയതി നമ്മൾ ഉപയോഗിച്ചത് ഈ പറയുന്ന റഫേലിലായിരുന്നു. അത് കഴിഞ്ഞ് 8-ാം തീയതി മുതലാണ് മറ്റു വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വിമർശനവും കൂടെ വന്ന പശ്ചാത്തലത്തിൽ ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ വ്യോമ പ്രതിരോധ രംഗത്തും ഇതുപോലെ തന്നെ വ്യോമ സംവിധാനങ്ങളുടെ വികസനത്തിനും ഈ ഒരു നിർണായക നീക്കം വലിയ കരുത്ത് നൽകുമെന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.